അസ്സലാമു അലൈക്കും. ഫുഡ് ഓൺ ക്യാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടീസിനൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ചീസൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടി ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് മാരിനേറ്റ് ചെയ്യാം. ഇവിടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ടെർമറിക് പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ഒരു മീഡിയം സൈസ് വലിയുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ചിക്കൻ പീസസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ചിക്കൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വലിയ ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മീഡിയം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടുള്ള പിസ്സ ബേസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാം. 2 രീതിയിലാണ് പിസ്സ ബേസ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ്, ഇവിടെ ഒരു അരിപ്പ വെച്ച് അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ സോഫ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള പിസ്സ ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇവിടെ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ഒരു സൈഡ് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 to 10 മിനിറ്റ്സ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം.
അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു റൊട്ടിയുടെ കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്ത ബേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ബേസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഇവിടെ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പിനടുത്ത് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പിസ്സ ബേസിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പിസ്സ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ക്രീം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കിയ പിസ്സ ബേസിൽ നമുക്ക് മൈദപ്പൊടിക്ക് പകരം ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.